ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ്റ്റ് ടു ടിപ്സ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇപ്രാവശ്യം പുതുക്കിയ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ ചാപ്റ്ററിൻ്റെ തന്നെ ആക്ടിവിറ്റീസ് അടങ്ങിയ ഒരു വീഡിയോ അടുത്തതായി ഇടുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റാണ്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികളാണ് നിങ്ങൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജിൽ കാണുക. എന്താണ് ഈ വരികളിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹിക്കുവാൻ ഭൂമിയാണ് ഏറ്റവും ശരിയായ സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ 2 പിക്ചേഴ്സ് കാണാം അല്ലേ? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബവ്. 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 ബോയ്സ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ഫസ്റ്റ് പിക്ചറിലെ ബോയ് ചെയ്യുന്നത്? യെസ്, ഹി ഈസ് വെരി ഹാപ്പി, റൈറ്റ്? അവൻ സ്കൂളിൽ പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ്. ഈസ് ഹി ഹാപ്പി? എന്തു പറയാം? ഫസ്റ്റ് പിക്ചറിൽ ബോയ് എന്താണ്? ഹി ഈസ് ഹാപ്പി. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും കാരണം? ദർ വിൽ ബി എ ലോട്ട് ഓഫ് റീസൺസ് ഫോർ ദാറ്റ്. ഒരുപക്ഷെ അവന് ഫ്രണ്ട്സിനെ കാണാനായിരിക്കാം, അല്ലെങ്കിൽ അവന് പഠിക്കുവാനായിരിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബോയ്? വാട്ട് ഈസ് ഹീ ഡൂയിങ്? സെക്കൻഡ് പിക്ചറിലെ ബോയ് ഹീ ഈസ് ക്രൈയിങ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അവൻ്റെ അമ്മ ചെയ്യുന്നത്? യെസ്, അവൻ്റെ അമ്മ അവനെ സമാധാനിപ്പിക്കുകയാണ്. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ടീച്ചർ അവരുടെ സ്കൂളിലേക്ക് വരുന്ന ആ ഒരു ഫസ്റ്റ് ഡേനെ കുറിച്ച് പറയും. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി അത് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ കിസ്സിംഗ് ഹാൻഡ് എന്നതാണ്. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഈ സ്റ്റോറിയിൽ ഒരു ചെറിയ റാക്കൂൺ ഉണ്ട്. റാക്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരപ്പട്ടി എന്നൊക്കെ പറയും. ആ റാക്കൂണിൻ്റെ പേരാണ് ചെസ്റ്റർ. ഈ ചെസ്റ്ററിനുണ്ടല്ലോ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. ഹെസിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നാണ് അർത്ഥം. ഇപ്പോൾ നമുക്ക് എന്താണ് അവൻ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ എന്ന് പറയുന്ന റാക്കൂൺ കാട്ടിലെ ഒരു മൂലയ്ക്കിരുന്ന് കരഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂളിൽ പോകണ്ട, അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളോടൊപ്പം വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ ബുക്സ് വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊനാലിൽ ഊനാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ നിന്നോട്ടെ. മിസ് റാക്കൂൺ took Chester by the hand and nuzzled his ear. റാക്കൂണിൻ്റെ അമ്മയാണ് മിസ് റാക്കൂൺ എന്നിവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു വേർഡ് കാണാം, നസിൽഡ്. നസിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി നോസ് കൊണ്ടും മൗത്ത് കൊണ്ടും ജെന്റ്ലി ഒന്ന് പ്രസ് ചെയ്യുന്നതിനെയാണ്. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് വേറൊരു ആനിമലാണ്. അതിൻ്റെ അമ്മ അതിൻ്റെ കുട്ടിയെ ഇയറിൽ നസിൽ ചെയ്യുന്നതാണ് കാണുന്നത്. പ്രസൻറ്റ് ടെൻസിൽ പറയുന്നതാണ് നസിൽ എന്ന വേർഡ്. അത് പാസ്റ്റിലാണ്, അഥവാ അത് കഴിഞ്ഞു പോയതാണെങ്കിൽ നമ്മളതിനെ നസിൽഡ് എന്ന് പറയും. ഇവിടെ ചെസ്റ്ററിൻ്റെ അമ്മ എന്താണ് ചെയ്തത്? ചെസ്റ്ററിൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഇയറിൽ നസിൽ ചെയ്തു. ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? ചെസ്റ്ററിന് സ്കൂളിൽ പോകണ്ട. എന്തുകൊണ്ടാണത്? ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. എന്താണത്? Chester want to stay home with his mother. He want to play with his friends. He want to play with his toys. He want to read his books. He want to swing on his swing. He want to do all of this in his home, right? അതുകൊണ്ടാണ് അവന് സ്കൂളിൽ പോകാൻ
ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ മടിയായത്. പിന്നെ എന്താണ്? ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? ചെസ്റ്ററിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ചെസ്റ്ററിന് പകരം നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിൽ യു ഗോ ടു സ്കൂൾ? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയങ്ങളിൽ നമുക്ക് വേണ്ടാത്തത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യേണ്ടതായി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. വളരെ മയത്തോടുകൂടി അവൾ അവനോട് പറഞ്ഞു. ഈവൻ ഇഫ് ദിസ് സീംസ് സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ആദ്യം കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് സ്കെയറി, പേടിപ്പെടുത്തുന്നതും സ്ട്രേഞ്ച്, അപരിചിതമായിട്ടുമായിട്ട് തോന്നുമെങ്കിലും ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. ഒരു തവണ നീ തുടങ്ങിയാൽ നിനക്ക് സ്കൂൾ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കും, അതുപോലെ തന്നെ പുതിയ കളിപ്പാട്ടങ്ങളോടൊപ്പം നീ കളിക്കുകയും ചെയ്യും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാം, അതുപോലെ തന്നെ നിനക്ക് പുതിയ ഊനാലാടുവാൻ കഴിയും. ബിസൈഡ്സ്, ഷീ ആഡഡ്, I knew a wonderful secret that will make your nights at school seem as warm and cozy as your days at home. സ്കൂളിലെ നിന്റെ രാത്രികൾ വീട്ടിലുള്ളതുപോലെ സുഖകരവും അതുപോലെ ഊഷ്മളവുമാക്കുവാനുള്ള ഒരു അത്ഭുതകരമായ രഹസ്യം എനിക്കറിയാമെന്ന് ആര് പറഞ്ഞു? ചെസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു. ചെസ്റ്റർ വൈപ്ഡ് away his tears and looked interested. ഇത് കേട്ട് ചെസ്റ്റർ എന്ത് ചെയ്തു? അവൻ്റെ കണ്ണീരെല്ലാം തുടച്ചു കളയുകയും അതുപോലെ തന്നെ താല്പര്യത്തോടു കൂടി അവൻ്റെ അമ്മയെ നോക്കുകയും ചെയ്തു. എന്തിനായിരിക്കും അത്? അതെ, ആ സീക്രട്ട് എന്താണെന്ന് അറിയാൻ. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു രഹസ്യം? എന്ത് തരത്തിലുള്ള രഹസ്യമാണത്? എ വെരി ഓൾഡ് സീക്രട്ട്. ഒരു പഴയ രഹസ്യമാണത്. സെഡ് മിസ്സസ് റാക്കൂൺ. ചെസ്റ്ററിൻ്റെ അമ്മ അത് പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ and she learned it from her mother. It's called the kissing hand. ചെസ്റ്ററിൻ്റെ അമ്മ പറയുകയാണ്, ആ ഒരു രഹസ്യം, ആ പഴയ രഹസ്യം അവർ അവരുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. അവരുടെ അമ്മ അവരുടെ അമ്മയിൽ നിന്നാണ് ഇത് പഠിച്ചത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ദ കിസ്സിങ് ഹാൻഡ് എന്നതാണ്. ദ കിസ്സിങ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു, കിസ്സിങ് ഹാൻഡ്? വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. ഞാൻ നിനക്കത് കാണിച്ചു തരാം എന്ന് അമ്മ പറഞ്ഞു. Chester's mother told him the old secret. What may be the secret? ചെസ്റ്ററിൻ്റെ അമ്മ ആ ഒരു പഴയ രഹസ്യം പറഞ്ഞു. എന്തായിരിക്കാം ആ സീക്രട്ട്? നിങ്ങൾ നോക്കിച്ചു നോക്കിയേ. മിസ്സസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ്സിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ഇടത് കൈയെടുത്ത് അവൻ്റെ ചെറിയ വിരലുകൾ ഒരു ഫാന് പോലെ വിടർത്തി. നമുക്കറിയാം, നമ്മുടെ കൈകൾ ഫാന് പോലെ വിടർത്താൻ പറ്റില്ല. ചെസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ്സ് എ റാക്കൂൺ. ലീനിങ് ഫോർവേഡ്, മുന്നിലോട്ട് ചാന്, ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. പാം എന്ന് പറഞ്ഞാൽ കൈപ്പത്തി. അവൻ്റെ കൈപ്പത്തിയിൽ എന്ത് ചെയ്തു? അവൻ്റെ കൈപ്പത്തിയുടെ നടുക്കായിട്ട് ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അമ്മയുടെ ആ മുത്തം അവൻ്റെ കൈപ്പത്തിയിൽ നിന്നും കൈകളിലേക്ക് പോയി കൈകളിൽ നിന്നും അവൻ്റെ ഹൃദയത്തിലോട്ട് പോകുന്നതായി അവന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ സിൽക്കിയായ അതുപോലെ ബ്ലാക്ക് മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, റാക്കൂണിൻ്റെ പിക്ചർ നിങ്ങളുടെ പാഠഭാഗത്തുണ്ട്. അപ്പോൾ റാക്കൂണിൻ്റെ കണ്ണുകളുടെ ചുറ്റും ഒരു ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് മാസ്ക് പോലെയാണ് ഉണ്ടാവുക. ഈ കൊള്ളക്കാരൊക്കെ ബ്ലാക്ക് മാസ്ക് ഇടുന്നില്ലേ, അതുപോലെയാണ് റാക്കൂണിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടാകുക. അതാണ് ഇവിടെ ബ്ലാക്ക് മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് എന്ന് പറഞ്ഞ് ഇക്ലിപ്പെടുത്തുക വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. സ്പെഷ്യലായിട്ടുള്ള ഒരു വാംത്തോടു കൂടി, വാംത്ത് പറഞ്ഞാൽ ഊഷ്മളത്തോടു കൂടി അത് ടിങ്കിൾ ചെയ്തു. ഇത് കണ്ട മിസ്സിസ് റാക്കൂൺ സ്മൈൽഡ്, ഒന്ന് പുഞ്ചിരിച്ചു. നൗ, ഇപ്പോൾ, ഷീ ടോൾഡ് ചെസ്റ്റർ. അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, mommy loves you, mommy loves you. അതായത് അവർ പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്നതായോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ചെറിയ സ്നേഹം വേണ്ടതായോ തോന്നുമ്പോൾ നീ നിൻ്റെ കൈകളെടുത്ത് നിൻ്റെ കവിളിനൊന്ന് പ്രസ് ചെയ്ത് മോമി ലവ്സ് യു, മോമി നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക.
And that very kiss will jump to your face and fill you with toasty warm thoughts. അപ്പോഴാ മുത്തം നിന്റെ മുഖത്തേക്ക് ചാടി വന്ന് നിന്നെ ഊഷ്മളമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കും. She took Chester's hand and carefully wrapped his fingers around the kiss. അവൾ ചെസ്റ്ററിൻ്റെ കൈയെടുത്ത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷ്മതയോടുകൂടി അവൻ്റെ ഫിംഗേഴ്സ്, ആ ടൈനി ഫിംഗേഴ്സ്, ചെറിയ വിരലുകൾ ആ മുത്തത്തിന് ചുറ്റുമായിട്ട് റാപ്പ് ചെയ്തു. ഹൗ ഡിഡ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? ചെസ്റ്ററിൻ്റെ സ്കൂളിൽ പോകാനുള്ള പേടിയുണ്ടല്ലോ, അത് ഓവർകം ചെയ്യാൻ, അതില്ലാതാക്കാൻ എങ്ങനെയാണ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെയ്തത്? അതെ, മിസ് റാക്കൂൺ ടോൾഡ് എ വണ്ടർഫുൾ സീക്രട്ട് ടു ചെസ്റ്റർ. യു ക്യാൻ എക്സ്പ്ലെയിൻ ദ സീക്രട്ട് ആസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന് ആ ഒരു സീക്രട്ട് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആൻസർ ആകും. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഇപ്പോൾ ആ മുത്തം തന്നിട്ടുണ്ടല്ലോ, അത് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. ഷീ ടീസ്ഡ് ഹിം. ടീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളിയാക്കുക. ഷീ ടീസ്ഡ് ഹിം. ബട്ട് ഡോണ്ട് വറി. പക്ഷേ വിഷമിക്കരുത്. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ ഫുഡ് കഴിച്ചതിന് ശേഷം ഹാൻഡ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി റാപ്പ് ചെയ്ത ഹാൻഡ്സ് ഓപ്പൺ ചെയ്യുമ്പോഴെന്ത് ചെയ്യും, ആ കിസ് എന്ത് ചെയ്യും, ഒരിക്കലും മാനുപോയില്ല, അത് അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാകും, അത് ഒട്ടിപ്പിടിച്ചിരിക്കും എന്ന് സത്യം ചെയ്തിരിക്കുകയാണ് ആര്? ചെസ്റ്ററിൻ്റെ അമ്മ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ ആ റാപ്പ് ചെയ്ത കൈ തുറക്കില്ലേ? നിങ്ങൾ ഓർക്കണം, ചെസ്റ്ററിൻ്റെ അമ്മ ആ കിസ് കൊടുത്തത് ലെഫ്റ്റ് ഹാൻഡിലാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യുമ്പോഴാണത് തുറക്കാൻ സാധ്യത കൂടുതൽ അല്ലേ? അപ്പോഴെന്തില്ല, അതൊരിക്കലും പോകില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അവൻ്റെ കിസ്സിങ് ഹാൻഡ് അവന് ഒരുപാട് ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. ഇപ്പോൾ അവൻ അറിഞ്ഞു അവൻ്റെ അമ്മയുടെ സ്നേഹം എവിടെ അവൻ പോയാലും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് സ്കൂളിലാണെങ്കിൽ പോലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ആ രാത്രി ചെസ്റ്റർ സ്കൂളിൻ്റെ മുൻപിൽ ചെന്ന് വളരെ ചിന്താവിഷ്ടമായി നോക്കി. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഗ്രിൻഡ് എന്ന് പറഞ്ഞ ഒരു കള്ളച്ചിരി ചിരിക്കുക എന്നാണ്. പെട്ടെന്ന് അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഒരു കള്ളച്ചിരി കൊടുത്തു. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. നിങ്ങളുടെ കയ്യൊന്ന് എനിക്ക് തരൂ, അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകൾ അവൻ തന്നെ എടുത്ത് അവളുടെ വലിയ ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചിതമായിട്ടുള്ള ആ വിരലുകൾ ഒരു ഫാൻ പോലെ അൺഫോൾഡ് ചെയ്തു. നെക്സ്റ്റ്, അതിനുശേഷം ഹി ലീൻ ഫോർവേഡ്, മുന്നോട്ടേക്കൊന്ന് ചാന്, ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ്, അവരുടെ കൈക്ക് നടുക്കായിട്ട് ഒരു മുത്തം കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അവൻ അവളോടൊരു ജെൻറ്റിൽ ഗുഡ് ബൈ ആയി പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അവൻ തിരിഞ്ഞ് ഡാൻസ് ചെയ്തുകൊണ്ടുകൂടി പോകുന്നതിന് മുൻപായിട്ട് എന്ന് പറഞ്ഞു? ഐ ലവ് യു എന്നുകൂടി പറഞ്ഞു. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകളിൽ മുത്തം വെച്ചപ്പോൾ എങ്ങനെയാണ് അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? ഹി ഫെൽറ്റ് വെരി ഹാപ്പി. അതുകൊണ്ടല്ലേ അവൻ ഡാൻസ് ചെയ്തിട്ട് പോയി കളഞ്ഞത്. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിം ആൻഡ് എൻ്റർ ദ സ്കൂൾ. മിസ് റാക്കൂൺ ചെസ്റ്റർ ഒരു ട്രീ ലിമ്മിന് കുറുകെ സ്കാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫിയറോടുകൂടി, ചെറിയൊരു പേടിയോടുകൂടി, എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനെ റൺ ചെയ്യുക എന്നതിനെയാണ് സ്കാമ്പർ എന്ന് പറയുക. സ്കാമ്പർ ചെയ്യുന്നതും അതുപോലെ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതും ഇങ്ങനെ നിരീക്ഷിച്ചു. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. സ്കൂളിലെ ഫസ്റ്റ് ബെല്ല് മുഴങ്ങിയപ്പോൾ അവൾ അവളുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കൈ, അവളുടെ കവിളിലേക്ക് പ്രസ് ചെയ്തിട്ടൊന്ന് സ്മൈൽ ചെയ്തു, പുഞ്ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. ആ ചെസ്റ്ററിൻ്റെ ഊഷ്മളമായ ആ ഒരു കിസ് അവളുടെ ഹൃദയം മുഴുവനും ഫില്ല് ചെയ്തു, നിറഞ്ഞു. എന്തുകൊണ്ട്? വിത്ത് സ്പെഷ്യൽ വേർഡ്സുമായിട്ട്. എന്താണ് സ്പെഷ്യൽ വേർഡ്സ്?
ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാങ്, അത് പാടി. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? അതെ, ചെസ്റ്ററും മിസ് റാക്കൂണും. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, എന്തുകൊണ്ട് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ഭാഗവും അതിനുള്ള കാരണവുമാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. ഞാൻ ഏതാണ്ട് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സൊക്കെ അതിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീനിങ് ആണ് വേണ്ടതെങ്കിൽ ഈ ഗ്ലോസറിയിൽ ചെന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്കവിടെ കാണാം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് ഫോർ ടുഡേ. ഗുഡ് ബൈ.